അവരാസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ട് കേൾക്കുമ്പത്തിന് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതെന്ത് ആദർശമാണ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, സോഡാ സർബത്തും കൂട്ടിയടിക്കുക. പേനക്കത്തി കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നെഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത്. അടുത്ത വരി അതാണ് ആ പാട്ടിന്റെ. ഇത് തുള്ളിക്കളിച്ചു പാടി കേരളത്തിലെ യുവത്വം. ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കമില്ലാതെ വരും. തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസമയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം 7 ഈ കൊച്ചു കേരളത്തിൽ. 7. അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അറുത്ത ആഷിക്കുണ്ട്, അപ്പനെ ചവിട്ടിക്കൊന്നവനുണ്ട്. ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാന്ന് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്ത് വീടിന് തീ കൊളുത്തി ദാരുണമാം വിധം മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു? ചിലർ സംഭവമൊന്നുമല്ലല്ലോ കേൾക്കുന്ന വാർത്തകൾ. അന്യന്റെ ദുഃഖത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പേപ്പട്ടിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് 10-15 ആളുകൾ ചേർന്ന് വലിയ കമ്പിപ്പാരയും പട്ടിക കഷ്ണവുമായി തുരുതുര ആഞ്ഞടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോസും നമ്മളൊക്കെ കണ്ടു. മസ്തിഷ്കം മരവിച്ചു പോകുന്നു. മനുഷ്യത്വം എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും നൽകാതെ 10-15 ആളുകൾ വളഞ്ഞു നിൽക്കുന്നു. ഓഹരി വെച്ച് തല്ലിക്കൊണ്ടിരിക്കുന്നു. പേപിടിച്ച പട്ടിയല്ല, സഹപാഠിയെ. 26ാം നിലയിൽ നിന്ന് ചാടിയാണ് ഒരു വിദ്യാർത്ഥി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തത്. 26ാം നിലയിൽ നിന്ന് ചാടിയിട്ട്. വലിയ സമ്പന്നന്മാർ മക്കളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ഗ്ലോബൽ സ്കൂൾ. അവന്റെ സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ അമർത്തി വെച്ച് ഫ്ലഷ് അടിച്ചതിന്റെ ദുഃഖം കൊണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. എത്രമേൽ ക്രൂരം! എത്രമേൽ ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മലയാളികൾ മാറുന്നു. സഹപാഠിയെ കൊണ്ടുപോകുന്നു, ക്ലോസറ്റിൽ വീഴ്ത്തുന്നു, എന്നിട്ട് ചവിട്ടി പിടിച്ചവന്റെ തല ആ ക്ലോസറ്റിലേക്ക് അമർത്തി വെക്കുന്നു, എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളിച്ച് രസിക്കുന്നു. മതം വേണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ യുക്തിവാദം പ്രചാരം വന്നതിന്റെ ഫലം കണ്ടു തുടങ്ങുകയാണ് നമ്മൾ. ആ രീതിയിൽ അതിനെ വായിക്കാൻ പലർക്കും മടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച്, ശരീരം വെട്ടിമുറിച്ചിട്ട് മറ്റൊന്നാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ച്, നിത്യരോഗം തെരഞ്ഞെടുക്കുന്നവരെ കുറിച്ച്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോടതിയുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്ത് സംഭവിക്കുന്നു ഈ മനുഷ്യർക്ക് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ആളില്ലാതെ പോകുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം. കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു. വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചാടിപ്പോകൽ ഒരു വിഷയമില്ലാതായി തീരുന്നു. മാതാപിതാക്കളെ ഭർഷിക്കുന്നത് മനുഷ്യരുടെ സ്ഥിരം സ്വഭാവമായി മാറുന്നു. പലരും സെലിബ്രിറ്റികളാകുന്ന വൃത്തികേട് കാണിച്ചിട്ടാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് വിവാഹ വിരുദ്ധത. നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടെന്ന് തീരുമാനം വരുന്നു. എന്തിനാ കല്യാണം എന്നവർ ആലോചിക്കുക? എന്തിനാണ് കല്യാണം എന്നവർ ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നവർ തീരുമാനിക്കുന്നു. ഫെമിനിസം മുമ്പേ പറഞ്ഞതാണ് കല്യാണം പാടില്ലെന്ന്. കല്യാണം കൊണ്ടാണ് കുടുംബജീവിതം ഉണ്ടാകുന്നത്. കുടുംബജീവിതം സംവിധാനിക്കപ്പെട്ടത് കൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് അവരുടെ സമവാക്യം. ലോക ചരിത്രത്തിൽ 1-ാം മനുഷ്യൻ മുതൽ ഇതുവരെയും കുടുംബജീവിതം എന്ന മഹത്തായ സംവിധാനം നിലനിന്നു വന്നു എന്ന കാര്യം അവർ വിസ്മരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോഴും ലിബറലിസം കടന്നു വരും. നീ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടെന്ന് പറയും. എന്തിനാ നിനക്കൊരു സ്ഥിരം ഭർത്താവ് എന്ന് പറയും. ഇതിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾ വീണുപോകുന്നു. എന്നിട്ട് അവർ പലരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് നേരിയത് മാത്രം ധരിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അഴിച്ചിടുന്നു. എന്താ പറയണത്? ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത് എന്നാണ് പറയണത്. ഈ താന്തോന്നിത്വത്തിന്റെ പേരാണ് ലിബറലിസം. നമ്മുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് നമ്മളല്ലാതെ വരുന്നത് എന്തുമാത്രം വിഡിത്താണ്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, ഏത് രീതിയിൽ വളരണം, നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാവണം, നമ്മുടെ ഹോബികളും ഹാബിറ്റുകളും എന്താവണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. പക്ഷെ ഇന്ന് അങ്ങനല്ല സംഭവിക്കുന്നത്. പലരും തീരുമാനിക്കുന്നു, നമ്മളെ അതിൽ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു.
എങ്ങനെയാണ് ധാർമ്മികത പുലരുക ലോകത്ത്? എങ്ങനെയാണ് കേരളം ഇനിയും മാതാപിതാക്കളെ മാനിക്കുന്ന സ്റ്റേറ്റായി മാറുക? സാധ്യമല്ലെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ സാസിലെ മുത്താലിമീങ്ങളെ ശ്രദ്ധിക്കുക. അവിടെ ഉസ്താദ് ജസ്റ്റ് വേറൊരു ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവരൊക്കെ എഴുന്നേറ്റ് നിന്നു. ആരും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആക്ഷൻ കാണിച്ചിട്ടില്ല. അവിടെ ഉസ്താദ് അവരോടൊന്ന് പൊങ്ങുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവരുടെ ഉസ്താദ് എഴുന്നേൽക്കുന്നു, പിന്നെ അവർക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതെ വരുന്നു. കരിയൽ വെച്ചിട്ട് അധ്യാപകനെ ഘൊരോവ വിളിക്കുന്നില്ല അവർ. അധ്യാപകനോട് പുറത്തങ്ങോട്ട് ഇറങ്ങട്ടെ, തട്ടിക്കളയും, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അവർ പറയണില്ല. അവർ ആത്മീക കാര്യങ്ങൾ പഠിക്കുന്നു, അതോടൊപ്പം ഭൗതികമായ വിഷയങ്ങളിൽ പരമാധിപതിക്കപ്പുറം പഠനം നടത്തുന്നു. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ, എല്ലാവരും മുത്താലിമകളാവാന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്, അത് മറ്റൊരു കാര്യം. മതത്തെ മതമായി ഉൾക്കൊള്ളാനും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ അവിധം മാത്രം സമീപിക്കാനും നമ്മുടെ മക്കൾക്ക് പാഠം ലഭ്യമാകണം. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് അവരല്ലാതെയായിത്തീരും. നമ്മൾ ആലോചിച്ച് നോക്ക്. വളാഞ്ചേരിക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിൽ വന്ന് അരമണിക്കൂറിലേറെ ഇന്റർവ്യൂ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 23 വയസ്സ് വരെയും ആ ചെറുപ്പക്കാരൻ സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ഒരു പ്രാവശ്യം പോലും. പിന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്കൊന്ന് യാത്ര പോവല്ലേ എന്ന് ചോദിച്ചു. അങ്ങ് അകലേക്കൊന്നുമല്ല, മാജിക് മഷ്റൂം തിന്ന് 24 മണിക്കൂർ ബോധം കെട്ട് കിടക്കാൻ ഊട്ടിയിലേക്കുമല്ല, നമ്മുടെ കോഴിക്കോട്ടേക്ക്, നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക്. കടലും കണ്ടിരിക്കുമ്പോ കാറ്റും കൊണ്ടിരിക്കുമ്പോ അവന്റെ കൂട്ടുകാരൻ വെറുതെ ഒരു പ്രലോഭനം മുന്നോട്ട് വെക്കുന്നു. ഒരു ചെറിയ സാധനം ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നല്ല ഉഷാറുണ്ടാവും. നിസാം എന്ന ചെറുപ്പക്കാരൻ അതിന്റെ അപകടം തിരിച്ചറിയുന്നു, എനിക്ക് വേണ്ടെന്ന് പറയുന്നു. പക്ഷെ അവരുടെ സ്നേഹപൂർവമായ പ്രലോഭനം, നിർബന്ധം, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് എന്നുള്ള പ്രലോഭനം, നല്ല ധൈര്യം കിട്ടും, നീ എന്തിനാ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് എന്നുള്ള അവരുടെ നിരന്തരമായ മോട്ടിവേഷൻ. ജീവിതത്തിന്റെ ദുർബലമായ ആ ഒരു നിമിഷത്തിൽ നിസാം ആ സാധനം വാങ്ങി ഉപയോഗിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നത് യഥാർത്ഥ പേര് തന്നെ. അവൻ പറയുന്നുണ്ട്, എന്റെ പേര് അങ്ങനെ തന്നെ കൊടുക്കണം, മാറ്റി കൊടുക്കരുത്. എന്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോ മായ്ച്ചിടരുത്, എന്റെ ഒറിജിനൽ സ്വരൂപം കാണണം. കാരണം ഏതെങ്കിലും ഒരാൾക്ക് 4 കാലിൽ മാത്രം നടക്കാൻ കഴിയുന്നവർക്ക്, കഷ്ടിച്ച് 3 വർഷം മാത്രം ജീവിച്ചാൽ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനിരിക്കുന്നവർക്ക്, സിന്തറ്റിക് രാസമരുന്നുകൾ കൊണ്ട് മാത്രം വയലന്റ് ആവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് ഞാനൊരു പാഠമാകണം എന്നാണ് ആ കുട്ടി പറയുന്നത്. ആ ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ MDMAക്ക് അഡിക്റ്റ് ആകുന്നു ആ ഒരു ചെറുപ്പക്കാരൻ. പിന്നെ നിരന്തരം അത് ഉപയോഗിക്കണം. ഓരോ ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം കിട്ടിയ പൈസക്കല്ല പിന്നെ കിട്ടുക. ഇവൻ അതിന്റെ കഠിനമായ അഡിക്റ്റ് ആകുമ്പോൾ അവർ തോന്നിയ വില പറയും, പക്ഷേ വാങ്ങാതെ കഴിയില്ല. 24 മണിക്കൂർ ആകുമ്പത്തിന് കാല് പറക്കും, തല പറക്കും, തല ചുമരിനിടിക്കും, ബ്ലീഡിങ് വരുന്നത് നക്കി കുടിക്കും. 4 ഘട്ടങ്ങളാണ് ഇതിനുള്ളത്. ആദ്യ ഘട്ടത്തിൽ ഭയങ്കരമായ ധൈര്യമായിരിക്കും, എന്തിനും ധൈര്യം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഗംഭീരമായ ദുഃഖത്തിലേക്ക് അത് വഴിമാറും, എപ്പോഴും ദുഃഖിച്ചിരിക്കും, വിഷാദം കൊണ്ട് പൊറുതിമുട്ടും. മൂന്നാമത്തെ ഘട്ടത്തിൽ വയലന്റ് ആകും, എന്തിനേയും എതിർക്കും, നല്ല ഇഷ്ടമുള്ള പെൺകുട്ടികളെ, സ്വന്തം കുട്ടികളെ, പേരക്കുട്ടികളൊക്കെ ആക്രമിക്കും. 4ാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴേക്ക് എല്ലാത്തിനെയും പേടി തുടങ്ങും. കാക്കി ഷർട്ടിട്ടൊരു ഓട്ടോറിക്ഷക്കാരനെ കണ്ടാൽ അതെ പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കും. 2 ആളപ്പുറം നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ എന്നെ പിടിക്കാൻ വേണ്ടി പോലീസിന് വിളിച്ചു പറയാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇനി എന്റെ മുന്നിൽ ഒരൊറ്റ മാർഗം, മരണം, മരണം, മരണം. ആത്മഹത്യയിലേക്ക് എത്തുന്നു. എത്ര ആയിരം ചെറുപ്പക്കാർ. ആദ്യഘട്ടത്തിൽ ഫ്രീക്കന്മാർ എന്ന പേര് നമ്മൾ ഒഴിച്ചു നിർത്തുന്ന കുറെ ആളുകളുണ്ട്. ലിബറലിസത്തിന്റെയും നവയുക്തിവാദത്തിന്റെയും സ്വാധീനം ഈ തലമുറയെ എത്രമേൽ മാരകമായി ഉപദ്രവിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഞാൻ പറയുന്നത്. ചോദിക്കാൻ ആരുമില്ല, ദൈവം ഇടപെടാൻ പാടില്ല, മതം പാടില്ല, വേദഗ്രന്ഥങ്ങൾ എനിക്ക് സംഗതമേയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും മതപരമായി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6ാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാട്ടറബിയുടെ വർത്തമാനമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നഅൂദുബില്ലാ. ഒന്നിനും ഒരു വിലല്ല. താന്തോന്നികൾ, തനിത്താന്തോന്നികൾ, അവരുടെ മുമ്പിൽ ലോകം വിശാലമാണ്, എന്തും അവർക്ക് അന്യമല്ല. എത്രത്തോളം ഇൻസിസ്റ്റിന് വരെയും നമ്മുടെ കേരളത്തിൽ പ്രചാരണങ്ങളുണ്ടായി. യോഗങ്ങളിൽ യുക്തിവാദികളുടെ നേതാക്കൾ അത് വിശദീകരിച്ചു. ഇൻസിസ്റ്റ്, അഗമ്യഗമമെന്ന് മലയാളം പറയാം. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, സ്വന്തം മോളെയും അമ്മയെയും സഹോദരിയെയും ലൈംഗിക ചേഷ്ടക്ക് വിധേയരാക്കുന്ന വൃത്തികേട്, ഇതാ ഇൻസിസ്റ്റ്. LGBTQIA+ നിർത്താൻ അവസാനിക്കുന്നില്ലെന്നർത്ഥം. ഇനി അതിലേക്ക് N വരും, നെക്രോഫീലിയ, ശവരതി. P വരും, പീഡോഫീലിയ. ഓരോന്നോരോന്ന് കടന്നു വരാണ്ട്. ഇത് നോട്ട് ഔട്ടാണ്, സ്റ്റാർ വെച്ച് നിർത്തിയിരിക്കുകയാണ്.
മതം ഒരു വിഷയമേ അല്ലെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പൊ പിന്നെ പരമാവധി ജീവിതം എൻജോയ് ചെയ്യണം. അതിന് ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും, ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും. മതത്തെ മാറ്റി നിർത്തിയിട്ട് ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ എങ്ങനെ സാധിക്കാൻ? കേരളം ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി ആത്മഹത്യ നടക്കുന്ന നാടാണ്. 4 ഇരട്ടി. വിദ്യാഭ്യാസമില്ലാത്ത ബീഹാറുകാരൻ, നമ്മൾ അങ്ങനെയാണ് അവരെ പറയൽ. അവര് ചെയ്യാത്ത വിധം ആത്മഹത്യ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? ഔദ്യോഗികമായ സ്റ്റഡികൾ പരിശോധിക്കണം. മുൻ പോലീസ് ഓഫീസർ സിബി മാത്യുവിന്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം വിപണിയിൽ ലഭ്യമാണ്. അതിന്റെ ഏറ്റവും പുതിയ എഡിഷൻ പോലും ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, 1 മാസം മുന്നേ. കേരളത്തിലെ മിക്ക ആത്മഹത്യയുടെയും കാരണം മദ്യമാണ്, മയക്കുമരുന്നാണെന്ന് ക്രൈം റിപ്പോർട്ടുകൾ വെച്ച പോലീസ് ഓഫീസർ സമർത്ഥിക്കുന്നുണ്ട്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സാധ്യമല്ല. സിനിമ നിയന്ത്രിക്കുന്നു. എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ കയറെടുക്കണമെന്ന് സിനിമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളു കുടിക്കണമെന്ന് സിനിമ പഠിപ്പിക്കുന്നു. തന്നെക്കാളും സിനിമാ നടനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അതൊരു വലിയ മാതൃകയായി മാറുന്നു. എങ്ങനെ കൊലപാതകം ചെയ്യണമെന്ന് സിനിമ പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷം 1-ാം തീയതി, ജനുവരി 1-ാം തീയതി ഈ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ 2 പെൺകുട്ടികളുമായി 14കാരനും 16കാരുമാകുന്ന 2 ആളുകൾ ഇരുട്ടിന്റെ മറവിൽ ഒരു പൊന്തയുടെ സൈഡിലേക്ക് പോകുമ്പോ സ്വാഭാവികമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എങ്ങോട്ട് അവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവരുത്തരം പറഞ്ഞത് നാക്കുകൊണ്ടല്ലായിരുന്നു, കത്തികൊണ്ട്. ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ മാത്രം 17 ആഴമേറിയ മുറിവുകളുണ്ടായി. അദ്ദേഹം പടഞ്ഞു മരിച്ചു. ഈ പെൺകുട്ടികളുമായി പൊന്തക്കാട്ടിലേക്ക് ഇരുട്ടത്ത് എന്തിനു പോകുന്നു എന്ന് ചോദിച്ച കാരണം കൊണ്ട്. ഇത്രമേൽ വയലന്റ് ആവാൻ ഒരു 14കാരന് എങ്ങനെ സാധിക്കുന്നു? പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കാണും. അതിന്റെ പിറ്റേ ദിവസം അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്രചോദനാത്മകമായ രംഗമുണ്ടത്രേ. ഈ മുത്തലിങ്ങൾക്ക് അങ്ങനെ അറിയില്ല. അതല്ലാതെ ഭൗതികമായി പഠനം നടത്തുന്ന നിരവധിയാകുന്ന കുട്ടികൾ, അവർ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന, പാട്ട് കേൾക്കുമ്പത്തിന് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതെന്ത് ആദർശമാണ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, സോഡാ സർബത്തും കൂട്ടിയടിക്കുക. പേനക്കത്തി കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നെഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത്. അടുത്ത വരി അതാണ് ആ പാട്ടിന്റെ. ഇത് തുള്ളിക്കളിച്ചു പാടി കേരളത്തിലെ യുവത്വം. ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കമില്ലാതെ വരും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അങ്ങനെ നടക്കുന്നു, മദ്യം, മയക്കുമരുന്ന്. ഈ പുസ്തകത്തിൽ ഒരു ചെറിയ ഹെഡിങ് ഉണ്ട്. മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ്. കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട്. മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവാണ് എന്നതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന ഭാഗത്തിന് അദ്ദേഹം നൽകുന്ന ടൈറ്റിൽ, ഹെഡിങ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. നമ്മൾ പണ്ടേ കേട്ടൊരു ക്ലീശ ഉണ്ടല്ലോ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇദ്ദേഹം സിബി മാത്യു കൊടുക്കുന്ന ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. വേൾഡ് ഇൻഡെക്സിൽ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്വീഡൻ പരിശോധിക്കുക, ഡെൻമാർക്ക് പരിശോധിക്കുക, നോർവേ പരിശോധിക്കുക, ദൈവമില്ലാത്തവരുടെ മാതൃകാ യോഗ്യമായ നാടുകൾ പരിശോധിക്കുക. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു, ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യയുള്ളത് മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടെ, ആശങ്കയില്ലാതെ, മനസ്സന്തോഷത്തോടുകൂടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യം, നാട് എന്ന വിധത്തിൽ തുടർച്ചയായ വർഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തറസൂലിന്റെ നാടാകുന്ന പുണ്യമദീനയാണ്. പെണ്ണുങ്ങൾ വരാത്തോണ്ടല്ല, ഡെയിലി 10-20 ലക്ഷം സ്ത്രീകൾ അവിടെ എത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുമ്പേ പറഞ്ഞൊരു വാക്യം, യമനിന്റെ തലസ്ഥാനമാകുന്ന സൻആ മുതൽ മദീന വരെ ഒരു സ്ത്രീക്കൊറ്റയ്ക്ക് ഹിംസ്രജന്തുക്കളെ മാത്രം ഭയന്ന് സഞ്ചരിക്കാനാകുന്ന ഘട്ടം വരുമ്പോഴാണ് എന്റെ ഈ മഹാവിപ്ലവം പൂർണ്ണമാകുന്നത്. മതം എവിടെയാണ് പ്രശ്നം സൃഷ്ടിച്ചത്? നമ്മൾ ആലോചിച്ചു. ഇവരിവിധം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എല്ലാവരും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ, നാട്ടുംപുറങ്ങളിലെ ചെറിയ ചെറിയ സ്കൂളിൽ പോലും ഇത് സുലഭമായി ലഭ്യമാണ്. പെൺകുട്ടികളൊക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മയക്കുമരുന്ന് ആസ്വദിക്കുന്നു. പലരും നാക്കിന്റെ അടിയിലും ഈ കവിളിന്റെ ഉള്ളിലൊക്കെ സ്റ്റിക്കർ പതിച്ച്, മുറിവുണ്ടാക്കി സ്റ്റിക്കർ പതിച്ച് മയക്കുമരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിലധികം കൃത്രിമമായ പല പല രീതികളിൽ കുട്ടികളെല്ലാം ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നിസാമു പറയുന്നുണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ. ഒരൊറ്റ യാത്ര, കോഴിക്കോട്ടേക്കുള്ള യാത്ര, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ മാരകമായ അഡിക്റ്റായി മാറുന്നത്. പിന്നീട് അവൻ വിൽപ്പനക്കാരനായി. സ്വാഭാവികം മാത്രം, ഇത് കിട്ടാൻ വലിയ പൈസ കൊടുക്കണം. അപ്പൊ വിൽപ്പനക്കാരനായി മാറും. അദ്ദേഹം കുറച്ചുകൂടെ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് മയക്കുമരുന്ന് MDMA വാങ്ങി ഉപയോഗിക്കുന്നതിൽ ഡോക്ടർമാരുണ്ട്.
ദമ്പതികളുണ്ട്, സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സ്ഥിരമായി എന്നിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരി സ്ത്രീയുമായി ഒരു ദിവസം വന്നു. സ്വാഭാവികമായ രീതിയിൽ ഞാൻ അന്വേഷിച്ചു, ഇത് ഭാര്യയാണോ എന്ന്. ആകതം പറഞ്ഞു, അല്ല, അതെന്റെ പെങ്ങളാണ്. ആങ്ങളെയും പെങ്ങളും ചേർന്ന് മയക്കുമരുന്ന് ഒന്നിച്ചു വാങ്ങി ഒന്നിച്ചുപയോഗിക്കുന്ന കേരളം. എല്ലാവരും കൂടെ സ്വതന്ത്രരാക്കാൻ ശ്രമിച്ചതിന്റെ അനുബന്ധമാണിത്. ഒരു നിയന്ത്രണവും വേണ്ട, അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ എന്ന് ആശീർവദിച്ചു വിട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? യൂറോപ്പിൽ നിന്ന് കഴിയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാൻസ്ജെൻഡർ പരിപാടിയൊക്കെ. ട്രംപ് നിരോധിച്ചത്. ഒരു വർഷം മുന്നേ പുടിൻ റഷ്യയിൽ നിരോധിച്ചു. അതിന്റെ മുന്നേ പല രാജ്യങ്ങളും, ഏകദേശം 69 രാജ്യങ്ങളിൽ ഈ സാധനമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അതിന് വലിയ മാർക്കറ്റാണ്. ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. 86 ലക്ഷത്തിൽ ചില്ലാനമാണ് കഴിഞ്ഞ വർഷം ഈ ട്രാൻസ്ജെൻഡർമാർക്കുള്ള സഹായമായി അനുവദിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണ്? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വെട്ടിമുറിച്ച് രോഗിയായതിന്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വെട്ടിമുറിച്ച് രോഗിയായതിന് തുടർ ചികിത്സക്ക്, ഹോർമോൺ ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് കാശ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ നാടുകളൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസമയത്ത് നമ്മുടെ നാട് അതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഇത്തരം പ്രശ്നങ്ങളും ഒന്നിച്ച് അനുഭവപ്പെടുന്ന കേരളത്തിന്റെ തല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പലപ്പോഴും മതത്തെയും. സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണില്ല. 6-ാം നൂറ്റാണ്ടിലാണ്, ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറാണ്. പലപ്പോഴും ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അതിനൊക്കെ നിരവധിയായ മറുപടികളും ശ്രദ്ധിച്ചവരാണ് എന്റെ വേദിയിലുള്ളത്. ഞാൻ ആഴത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി ലിബറലിസം കയറി ആണാവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി പെണ്ണാവാൻ തീരുമാനിക്കുന്നു, ചുരുങ്ങിയത് മേജർ സർജറികൾ 12 എണ്ണമെങ്കിലും വേണം. അനുബന്ധമായി പ്ലാസ്റ്റിക് സർജറികൾ വേറെ. 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണം, തുടരണം. നല്ല കോസ്റ്റ്ലിയാണ്. ഓരോ ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ മുമ്പിൽ 3 ടെസ്റ്റ് നടത്തണം. ഇന്ന് സർജറി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു കോലം മാറി എന്ന് സങ്കല്പിക്കുക. മരിക്കുവോളം യഥാസമയം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. നൈസർഗികമായി ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഹോർമോണുകൾ ആണിന്റേതും പെണ്ണിന്റേതുമാകും. അതിനെ ഓവർകം ചെയ്യും വിധത്തിൽ കൃത്രിമമായ ഹോർമോണുകൾ കുത്തിച്ചേർത്തുകൊണ്ടേയിരിക്കണം. 1-2 മാസങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരുന്നാൽ അതുവരെ മികപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ ചുങ്ങിപ്പോകും. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു സർജറിക്ക് എത്രമേൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണം, ആശുപത്രിവാസം വേണം, നൂല് വേണം, കത്രിക വേണം, മെഡിസിനുകൾ വേണം, കുറെ സംഗതികൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെൻസസ് പേഡുകൾ പോലും ധാരാളം വേണം. നമ്മൾ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. മെൻസസ് പേഡുകൾ ധാരാളം വേണം. എന്തേ കാര്യം? സർജറി നടത്തിയതിന്റെ മുറിവ് സാധാരണഗതിയിൽ മാറാറില്ല. എത്രയോ ട്രാൻസ്വുമനുകൾ നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് സെലിബ്രിറ്റി ആയിരുന്നു അനന്യകുമാരി അലക്സ്. ഭയങ്കര മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അവർ. പക്ഷേ ആത്മഹത്യ ചെയ്തു. എന്താ കാരണം പറഞ്ഞത്? ഈ പെണ്ണിന്റെ കോലത്തിലാവാൻ നടത്തിയ ശസ്ത്രക്രിയകളുടെ കഠിനമായ വേദന മാറണില്ല എന്ന് പറഞ്ഞതൊന്ന്. രണ്ടാമത്തേത്, ഡെയിലി 18ഉം 19ഉം മെൻസസ് പാഡ് യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നാണ്. അത്രമേൽ ബ്ലീഡിങ്. വിശദീകരിക്കാൻ സമയത്തിന് പരിമിതിയുണ്ട്. അത്രമേൽ ബ്ലീഡിങ്. മൂന്നാമത് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇസ്ലാം ഇങ്ങനെയൊരു അതിക്രമം സ്വന്തം ശരീരത്തോട് പാടില്ലെന്ന് പറയുമ്പോ ക്യാപിറ്റലിസ്റ്റുകളുടെ വലിയ നിധി കുംഭങ്ങളിൽ കുമിഞ്ഞുകൂടേണ്ട കുറെ ഡോളറുകൾ നഷ്ടപ്പെടുന്നു. മനുഷ്യന്മാർ മൃഗീയമായി തോറ്റിട്ടാണെങ്കിലും കഠിനമായ വിഷമങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പണം വേണം, പണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പ്രചരിപ്പിക്കേണ്ടി വരുന്നത്. എന്താണ് ലിബറലിസം? സർവതന്ത്ര സ്വതന്ത്രവാദം. 1789 ഫ്രാൻസിലും അതിന്റെ കോളനി പ്രദേശങ്ങളിലും ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം നീണ്ടു നിന്നു അത്. തുടർന്നാണ് നെപ്പോളിയൻ മോണാപ്പാട്ട് ഭരണത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെയും എത്തി. അദ്ദേഹത്തിന്റെ ഭരണം എത്തിയിടങ്ങളിലെല്ലാം ഈ ലിബറലിസം പ്രചരിച്ചു വന്നു. സർവതന്ത്ര സ്വാതന്ത്ര്യവാദം. ഒരാളും എന്നെ നിയന്ത്രിക്കരുത് എന്നതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദൈവമോ മതമോ ഒന്നും നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെയോ അവര് തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന്. അതിന്റെ ഭാഗമായാണ് പെൺകുട്ടികൾ ആൺകുട്ടികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ മാറിക്കൊണ്ടിരിക്കുന്നത്. മാറാൻ പറ്റൂല്ല എന്നതൊക്കെ വേറൊരു കാര്യം. പറഞ്ഞല്ലോ ഞാൻ, അതിലേക്ക് ആഴത്തിൽ ഞാൻ പ്രവേശിക്കല്ല. പരിശുദ്ധ ഇസ്ലാം ഇത്തരം തോന്നിവാസങ്ങളെ എതിർക്കുന്നു. ഇത് മാത്രമല്ല, LGBTQIA പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്ന വേറൊരു തോന്നിവാസമുണ്ട്.
അങ്ങനൊക്കെ പറയാവുന്നതാണ് പല ആളുകളുടെയും വിചാരം. പറഞ്ഞേ തീരൂ. നമ്മുടെ ഭാവി തലമുറയിലേക്ക് ഇത്തരം വൃത്തികേടുകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ കാവൽ നിന്നേ തീരൂ. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വേദികളിലും ഒച്ചയിട്ടേ തീരൂ. ഈ ചമ്മാടിലാണ് വലിയൊരു ഉലമാക്കളുടെ മദ്രസയിലെ ഉസ്താദുമാർ ഏകദേശം പരിസരത്തുള്ള മൊത്തം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഓഡിറ്റോറിയത്തിലെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇറങ്ങി പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ അനുജൻ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ, എനിക്ക് കല്യാണം ആലോചിക്കേണ്ട, എറണാകുളത്തുള്ള എൻ്റെ ഒരു ആൺ സുഹൃത്തുമായി ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ വിഷമത്തെ കുറിച്ച്. എന്താ ചെയ്യാന്നാണ്. ഞാനും സംസാരിക്കാന്ന് പറഞ്ഞപ്പോ സംസാരിക്കാൻ മൂപ്പര് കിട്ടൂല എന്ന് പറഞ്ഞു. ഫോൺ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഫോൺ അറ്റൻഡ് ചെയ്യൂല എന്നും പറഞ്ഞു. ഇനി ഫോൺ അറ്റൻഡ് ചെയ്താൽ തന്നെയും ഇത്തരം സംസാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരത് കട്ടാക്കും, പിന്നെ ആ നമ്പർ ബ്ലോക്ക് ആക്കും. എന്താ ചെയ്യണ്ടു? മെട്രോ സിറ്റിയിലെ കഥയല്ല ഞാൻ പറയണത്. 25,000-ലേറെ ഔദ്യോഗിക സെക്സ് വർക്കേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോണഗച്ചി തെരുവിനെ കുറിച്ചല്ല ഞാൻ പറയണത്. നമ്മുടെ ചമ്മാടിനെയും തിരൂരങ്ങാടിയെയും കുറിച്ച്, നമ്മുടെ ഓരോ പ്രദേശങ്ങളെയും കുറിച്ച്.